നിങ്ങൾക്ക് കൈ മുകളിലേക്ക് ഉയർത്താൻ ബുദ്ധിമുട്ടുണ്ടോ? കൈ ചെറുതായിട്ട് തിരിക്കാനോ അല്ലെങ്കിൽ പുറകിലേക്ക് കൈ കൊണ്ടുപോകാനോ ഡ്രസ്സ് ധരിക്കാനോ അല്ലെങ്കിൽ മുടി ചീകാനോ ഒക്കെ ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? ഇത് ഫ്രോസൺ ഷോൾഡർ ആയിരിക്കാം. ഫ്രോസൺ ഷോൾഡർ എന്താണെന്നും അത് എന്തുകൊണ്ട് വരുന്നതാണെന്നും അത് എങ്ങനെയാണ് ഞങ്ങൾ സാധാരണ മാനേജ് ചെയ്യുന്നതെന്നും ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഷോൾഡർ ജോയിന്റ്, അതായത് ഈ കൈയിന്റെ എല്ലും അതുപോലെ ഈ തോളിന്റെ എല്ലും കൂടി ചേരുന്ന ഭാഗത്ത് ഒരു ക്യാപ്സ്യൂൾ ഉണ്ട്. ആ ക്യാപ്സ്യൂളിനകത്തുള്ള ഫ്ലൂയിഡ് ഇൻഫ്ലമേഷൻ കൊണ്ട് അത് ഹാർഡായി വന്ന് അതൊരു ഭയങ്കര ഒരു സ്റ്റിക്കി ആയിട്ടുള്ള നമ്മളൊരു ഗ്ലൂ പോലത്തെ ഒക്കെ ഒരു അത്രയും ഒരു കൺസിസ്റ്റൻസിൽ വരുമ്പോഴാണ് ഭയങ്കര ടൈറ്റ് ആവുമ്പോഴാണ് ഈ ജോയിന്റിന് അതിൽ മൂവ് ചെയ്യാൻ പറ്റും. ആ സമയത്ത് അസഹനീയമായ വേദന അനുഭവപ്പെടാം. പലർക്കും ഒരു ധാരണയുണ്ട് ഈ ഫ്രോസൺ ഷോൾഡറൊക്കെ വന്നു കഴിഞ്ഞാൽ റെസ്റ്റ് എടുത്താൽ മാറുക എന്നുള്ളത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഫ്രോസൺ ഷോൾഡറിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് മൂവ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ്. ചില സമയത്ത് ഷോൾഡർ ജോയിന്റിന് ചുറ്റുമുള്ള പേശികൾ നീർക്കെട്ട് വന്നാലും ഇതുപോലെ കൈ പൊന്തിക്കാനും അല്ലെങ്കിൽ കൈ പിന്നിലേക്ക് പോകാനും ഒക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. പല സ്ഥലത്തും ഇതിനെയും ഫ്രോസൺ ഷോൾഡറായിട്ട് തെറ്റായി ഡയഗ്നോസ് ചെയ്തിട്ടും പല പേഷ്യൻസും വരാറുണ്ട്. നമ്മൾ ഒരു ഫ്രോസൺ ഷോൾഡറിന്റെ കേസ് ഏകദേശം നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ എടുക്കുന്ന സമയം ഒരു 4 മുതൽ 9 മാസത്തോളം ചില കേസുകൾ നമുക്ക് എടുക്കാം. നേരെ മറിച്ച് ഈ കൈയിന്റെ നീർക്കെട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കത് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. ഈ ഫ്രോസൺ ഷോൾഡറിന്റെ ട്രീറ്റ്മെന്റ് ഒരിക്കലും പോയിട്ട് എവിടെയെങ്കിലും നമ്മൾ ഈ കൈറോപ്രാക്ടിക് കറക്ഷനോ അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചിടുന്ന ചികിത്സ ഒന്നും തന്നെ ഇതിന് എഫക്റ്റീവ് അല്ല. അത് നിങ്ങളുടെ വേദന കൂട്ടാനും അത് കോംപ്ലിക്കേറ്റഡ് ആക്കാനും കൂടുതൽ ചാൻസ് എന്ന് മനസ്സിലാക്കുക. ഫ്രോസൺ ഷോൾഡറിനെ ജനറലി 2 രീതിയിലാണ് ഇതിന് ക്ലാസിഫൈ ചെയ്യുക. ഒന്ന് ഇന്റേണൽ കോസസ്, ഒന്ന് എക്സ്റ്റേണൽ കോസസ്. അതായത് പുറമേ നിന്നുള്ള ഒരു ട്രോമ, എന്തെങ്കിലും ഒരു ആക്സിഡന്റിന് ശേഷം അല്ലെങ്കിൽ സർജറിക്ക് ശേഷം കൈ അധികം അനക്കാണ്ട് വെച്ചതിന് ശേഷം നമുക്ക് ഫ്രോസൺ ഷോൾഡർ ഡെവലപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഉള്ളിലെ കാരണങ്ങൾ, അതായത് ഇൻഫ്ലമേഷൻ കൂടിയിട്ട് ജോയിന്റിനകത്തുള്ള ആ ഫ്ലൂയിഡിന് ഇൻഫ്ലമേഷൻ വന്നിട്ടും ഇതുപോലെ ഫ്രോസൺ ഷോൾഡർ വരാനുള്ള സാധ്യതയുണ്ട്. ആയുർവേദത്തിൽ നമ്മൾ ജനറലി ഇതിന് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ ഷോൾഡറിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനും നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സിന്റെ സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനുള്ള ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആയുർവേദത്തിന്റെ ഒരുപാട് ഓപ്ഷൻസ് ഇതിലുണ്ട്. തൈലം തേക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് കിഴികളുണ്ട്. ഇലക്കിഴി ഉപയോഗിക്കും, ധാന്യാമ്ലധാര അല്ലെങ്കിൽ തൈലധാരയൊക്കെ ഉപയോഗിക്കും. അത് ഓരോ സ്റ്റേജ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫ്രോസൺ ഷോൾഡർ എന്നൊരു കണ്ടീഷനേക്കാൾ ഉപരി ആ ഫ്രോസൺ ഷോൾഡർ ഏത് വ്യക്തിക്കാണോ അവരുടെ പ്രകൃതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് കൂടിയും ആയുർവേദത്തിനുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഈ മൂക്കിൽ മരുന്ന് ഒറ്റിക്കുന്ന നസി എന്ന ചികിത്സയും ഇതിനോട് വളരെ എഫക്റ്റീവ് ആണ്. ഫ്രോസൺ ഷോൾഡർ വളരെ ഗ്രാജുവലി ആണ് ഇത് പ്രോഗ്രസ് ചെയ്യുക. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ ഇതിന്റെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു അത്രയും ഫാസ്റ്റ് ആയിട്ട് ഇതിന് റിക്കവറി ഉണ്ടാവും. നിങ്ങൾക്ക് ഈ പറഞ്ഞ സിംറ്റംസ് ഉണ്ടോ? താഴെ കമന്റ് ചെയ്യൂ. തോൾവേദനയും കൈവേദനയും ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യും. ഫ്രോസൺ ഷോൾഡർ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഈ അക്കൗണ്ട് എന്തായാലും ഫോളോ ചെയ്തോളൂ.